നിങ്ങളുടെ ഇഷ്ട പരമ്പരകളുടെ മുഴുവൻ എപ്പിസോഡുകളും ടെലികാസ്റ്റിന് ശേഷം എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ കാണൂ. ഇന്ത്യൻ ഉപഭോക്താക്കൾക്ക് മാത്രം സൗജന്യം. കൂട്ടിലടച്ചിട്ട ആരായാലും പറന്നു പോകാൻ ആഗ്രഹിക്കും. അതെന്താ നിന്റെ അനിയത്തി അങ്ങനെ പറഞ്ഞേ? നമ്മള് മഞ്ചാടി ഇവിടെ അടച്ചിട്ടിരിക്കുകയാണോ? എനിക്കറിയില്ല ചേച്ചി. മഞ്ചാടി അവളുടെ ഇഷ്ടം പോലെ ചെയ്യട്ടെ. അവള് ഹോസ്റ്റലിൽ പോയാ നമുക്കാർക്കും ഉത്തരവാദിത്വം ഇല്ലല്ലോ. അങ്ങനെ പറയാൻ പറ്റോ? ഇവിടെ വേറെ ആർക്കും ഉത്തരവാദിത്വം ഇല്ലെങ്കിലും നിനക്ക് ശബരിക്ക് മഞ്ചാടി നോക്കേണ്ട കടമയില്ലേ? മാഷോ, ഒന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ. ശരി എന്നാ വരൂ മാഷേ. അച്ഛൻ തനിച്ചേ ഉള്ളോ? അമ്പിളി ചേച്ചിയും ചിലങ്കയും അച്ഛന്റെ കൂടെ വരുന്നെന്നാണല്ലോ ദയ പറഞ്ഞത്. ഞങ്ങൾ എല്ലാരും കൂടി ഒരുമിച്ച് തന്നെ ഇറങ്ങിയത്. ബസ് സ്റ്റാൻഡിൽ ഇറങ്ങിയിട്ട് അവര് വിനയന്റെ വീട്ടിലേക്കും പോയി, ഞാൻ ഇങ്ങോട്ടേക്കും പോന്നു. വാ മാഷു, വാ നമുക്ക് അകത്തോട്ടിരിക്കാം. ഇങ്ങോട്ട് ഇരിക്കൂ മാഷേ. അപ്പൊ ചീരും മക്കളും വിനയന്റെ വീട്ടിലേക്ക് തിരിച്ചു പോയല്ലേ മാഷേ? അങ്ങനെ പറയാൻ പറ്റില്ല. ചീരു മക്കൾക്ക് പോളിയോ കൊടുക്കാൻ വേണ്ടി വന്നതാ. അതിന്റെ പേപ്പേഴ്സ് ഒക്കെ വിനയന്റെ വീട്ടിലാ. കുഞ്ഞുങ്ങളുടെ കാര്യമാകുമ്പോ വന്നല്ലേ പറ്റൂ. അത് ശരിയാ. ചിലപ്പോ വീണ്ടും അതൊരു ഒത്തുചേരലിന് നിമിത്തമായി കൊടുന്നില്ലല്ലോ മാഷേ. എല്ലാം നല്ലതിനായിട്ടിരിക്കട്ടെ മാഷേ. എല്ലാരും കൂടി ഇങ്ങോട്ട് വരുമെന്ന് കരുതി ദയ ഒരു സദ്യ ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പില്ല. സദ്യ ഒന്നും വേണ്ട. തിരിച്ചു പോകുമ്പോ ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ച് ഇവിടെ കയറിയിട്ടേ പോകുന്നുള്ളൂ. ഇവിടെ എല്ലാവരും കഴിക്കുന്നൂണ് ഞങ്ങൾക്ക് നന്നാ മതി. എന്താ മാഷെ, ബന്ധു വീട്ടിൽ വന്നിട്ട് ഭക്ഷണം കഴിക്കാണ്ട് പോവേ? എന്താ അത്? ആഹാ, മോളിറങ്ങിയോ? നമുക്കെന്നാ പോയാലോ മോളെ? അച്ഛാ, ഞാൻ ചായ എടുക്കാം. സമയമുണ്ടല്ലോ. ഹോസ്റ്റലിൽ മേറ്ററിന് വരാൻ 9 മണി കഴിയും. അഡ്മിഷനുള്ള ദിവസം മേറ്റർ നേരത്തെ വരും. എനിക്കത് കഴിഞ്ഞ് കോളേജിൽ പോകേണ്ടതാ. ഇപ്പൊ ചായ ഒന്നും വേണ്ട മോളെ. അച്ഛൻ ചേച്ചിമാരെയും കൂട്ടി ഉച്ചയ്ക്ക് ഇങ്ങോട്ട് വരാം. ഇപ്പൊ ഓട്ടോ ആണെങ്കിലും വെയിറ്റ് ചെയ്യല്ലേ ഇവിടെ. ധന, വസന്തി, സുഖാണല്ലോ അല്ലേ? ഇങ്ങനെയൊക്കെ പോകുന്നു മാഷേ. അല്ല, മഞ്ചാടി ഇത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോകുമെന്ന് ഞങ്ങൾ ആരും കരുതിയില്ല. ഹോസ്റ്റലിലാവുമ്പോ കോളേജിൽ പോയി പഠിക്കാനൊക്കെ കുറച്ചുകൂടി സൗകര്യമാണല്ലോ ധന. അതെ അതെ, ഹോസ്റ്റലാവുമ്പോ എല്ലാത്തിനും സൗകര്യം കാണുമല്ലോ അല്ലേ വസന്തി? ആ, സൗകര്യമൊക്കെ തന്നെയാ. പക്ഷെ ഇവിടെ വന്ന് താമസിക്കുന്നവരൊക്കെ പെട്ടെന്ന് മാറി പോകുമ്പോ കാണുന്നവർക്ക് തോന്നില്ലേ ഞങ്ങൾ പുകച്ചു പുറത്തു ചാടിക്കുന്നയാണെന്ന്? എനിക്കെന്തായാലും അങ്ങനെ തോന്നില്ല വസന്തി. ഇത് നിങ്ങളുടെ വീടല്ലേ. ഇവിടെ താമസിക്കാൻ വരുന്നവർ നിങ്ങളുടെ രീതിക്ക് ഒത്തു തന്നെ നിൽക്കണം. അല്ലാതെ വരുന്നവർക്ക് വേണ്ടി നിങ്ങൾക്ക് നിങ്ങളുടെ രീതികൾ മാറ്റാൻ പറ്റില്ലല്ലോ. എന്നാ പിന്നെ ഇറങ്ങാൻ മോളെ. എന്നാ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ മോശേ. പോയിട്ട് വരാം രാമനാഥ്. പിന്നെ ഉച്ചയോണും ഇവിടെ തന്നെയാ, മറക്കണ്ട. മറക്കില്ല. ഇറങ്ങണ്ട. കുറച്ചുകൂടെ തല്ലു വെച്ചു. മുള് കയറിക്കോ. പോയിട്ട് വരാം മോനെ. ശരി ശരി.
അപ്പൊ വിനയം ചെന്ന് വിളിച്ചാൽ അവന്റെ വൈഫ് തിരിച്ചു വരില്ലെന്നാണോ സിസ്റ്റർ പറയുന്നത്? അതെ ഏട്ടാ, അവന്റെ സ്വഭാവം അതാ. അവളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അങ്ങനെ പറയരുത് സിസ്റ്ററെ, അവൻ നമ്മുടെ കുട്ടിയാ. അവന്റെ തെറ്റ് നമ്മൾ തന്നെ പെരുപ്പിച്ച് കാട്ടരുത്. തെറ്റാര് ചെയ്താലും അത് തെറ്റല്ലേ ഏട്ടാ. ഒരു പെണ്ണിന് സഹിക്കാവുന്നതിനപ്പുറം ചീരു സഹിച്ചിട്ടുണ്ട്. 2 പൊടിക്കുഞ്ഞുങ്ങളെയും കൊണ്ട് അവൾ ഇത്രയും കാലം ഇവിടെ കിടന്ന് കഷ്ടപ്പെട്ടത് എന്നെയും ബാലേട്ടനെയും ഓർത്ത്. ഇപ്പൊ എന്താ അവള് നിങ്ങളെ ഓർക്കാത്തത്? നിങ്ങൾ അവളോട് ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. അപ്പൊ നിങ്ങൾ എന്ന് വിളിച്ചാ അവള് വരും. ഞാനും ബാലേട്ടനും അതേക്കുറിച്ച് ആലോചിച്ചതാ. പക്ഷേ അതിനിടയില് വിനയൻ അവിടെ ചെന്ന് അലമ്പുണ്ടാക്കി. ഇപ്പൊ അവൻ പറയുന്നത് രഘു ജയിലിലായ സ്ഥിതിക്ക് ജീവിക്കാൻ വഴിയില്ലാതെ ചീരു കുഞ്ഞുങ്ങളെയും കൊണ്ട് ഇങ്ങ് വന്നോളൂന്നാ. അങ്ങനെ അവള് വരുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? എവിടുന്ന്? നല്ലൊരു ജോലി ഉണ്ടായിരുന്നത് വിനയന് വേണ്ടിയാ ചീരു വേണ്ടെന്ന് വെച്ചത്. അവള് മനസ്സ് വെച്ചാ ആ ജോലി തന്നെ അവക്ക് കിട്ടും. എന്തായാലും വിനയന്റെ വാശി കാരണം അവന്റെ ഫാമിലി ലൈഫ് തകർന്നു പോകരുത് ലതികെ. ആ ഏട്ടൻ തന്നെ മരുമാനെ ഉപദേശിക്ക്. ഞാനും ബാലേട്ടനും പറഞ്ഞു മടുത്തു. അവന്റെ സ്വഭാവവും രീതിയൊക്കെ ആദ്യം മാറ്റണം. അവനൊരാണല്ലേ ലതികെ. അവന്റെ രീതിയൊന്നും ഇനി മാറ്റിയെടുക്കാൻ ആരെ കൊണ്ടും പറ്റില്ല. പകരം അവന്റെ രീതിക്കനുസരിച്ച് ചീരുവിന്റെ സ്വഭാവം മാറ്റിയെടുക്കാൻ നോക്കണം. അതിന് ചീരുവിനെ നീ ചെന്നൊന്ന് കാണണം. നിന്റെ ഒരേ ഒരു മകനല്ലേ വിനയൻ. അവന്റെ കുഞ്ഞുങ്ങള് ഇവിടെയല്ലേ വളരേണ്ടത്. ബാലേട്ടൻ വരട്ടെ. മക്കളെ കാണാനെന്നും പറഞ്ഞ് ഞങ്ങളൊന്ന് പോകുന്നുണ്ട്. ആരോ വന്നെന്ന് തോന്നുന്നു. ഞാൻ നോക്കിട്ട് വരട്ടെ. അല്ല, ഇതാരാ വരുന്നേ? വാ, നിനക്കിങ്ങോട്ട് വരാൻ തോന്നിയല്ലോ. അമ്മ നിന്നെയും കുഞ്ഞുങ്ങളെയും കുറിച്ച് ഓർക്കാത്ത സമയമില്ല. അച്ഛമ്മയുടെ പൊന്നുമക്കളെ, ഇനി നിങ്ങളെ ഞാൻ എങ്ങോട്ടും വിടില്ല. ആ അമ്പിളി, വിവരങ്ങളൊക്കെ ഞങ്ങൾ അറിഞ്ഞു. ഈ സങ്കടങ്ങൾക്കിടയിലും നീ ചീരുവിനും മക്കൾക്കും കൂട്ടുവന്നല്ലോ. വാ, മക്കളെയും കൊണ്ട് അകത്തേക്ക് വരണ്ട. അല്ല, അച്ഛൻ എവിടെ അമ്മ? ബാലേട്ടൻ കോഴിക്കോട് പോയിരിക്കുക. ഭാരതി ചേച്ചിക്ക് സുഖമില്ല, അതുകൊണ്ടാ പോയത്. മോള് കാനഡയിൽ നിന്ന് വരുന്നവരെ ബാലേട്ടൻ അവിടെ നിൽക്കേണ്ടി വരും. ആ, നിങ്ങൾ അകത്തേക്ക് വാ. വാ വാ അമ്പിളി, വാ. ആ വെൽക്കം ചീരു, വെൽക്കം. ചീരുവിനെയും കുഞ്ഞുങ്ങളെയും കാണാൻ ഞങ്ങൾ അങ്ങോട്ട് വരാതിരിക്കായിരുന്നു. മോൾക്ക് മനസ്സിലായില്ലല്ലേ? ഞാൻ പറഞ്ഞിട്ടില്ലേ സിംഗപ്പൂരിലുള്ള എന്റെ ലംബോദരൻ ചേട്ടനെ കുറിച്ച്. ഇതാ ആള്. ഐ എം ലംബോദരൻ. അങ്കിൾ എപ്പോ വന്നു? നാട്ടിലെത്തിയിട്ട് 1 വീക്കായി. സിസ്റ്റർ ആണല്ലേ? അതെ, മൂത്ത ചേച്ചി അമ്പിളി. ആ ഹായ്. ആ, നിങ്ങൾ വാ, മക്കളെ ആദ്യം മുറി കിടത്തിയിട്ട് സംസാരിക്കാം. വാ, ഇവിടെ എന്റെ മുറിയിൽ കിടത്താം. വിനീന്റെ മുറി പൂട്ടിയിട്ടാവും പോയത്. നിങ്ങൾ വാ, മക്കളെ ആദ്യം മുറി കിടത്തിയിട്ട് സംസാരിക്കാം. വാ, ഇവിടെ എന്റെ മുറിയിൽ കിടത്താം. വിനീന്റെ മുറി പൂട്ടിയിട്ടാവും പോയത്. ആ, വാ.